ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളിയൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ശരിക്കും നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്തിരി എടുത്തേക്കാണ്. അതിൽ കുരു എല്ലാം കളഞ്ഞിട്ട് അതെല്ലാം നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് കുറച്ച് മുന്തിരി എടുത്തേക്കാണ്. നമുക്ക് അതിൽ ആദ്യത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മുന്തിരിയാണ്. ശരിക്കും നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യണം എല്ലാവരും. അതിനുശേഷം ഒരു 3 സ്ലൈസസ് ബ്രെഡ് എടുത്തേക്കാണ്. 3 എണ്ണം മാത്രം മതി. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കണമെങ്കിൽ എടുക്കാം. അതിനനുസരിച്ച് മുന്തിരിയും കറക്റ്റായിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഡിഷിന്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ആ 3 ബ്രെഡിൻ്റെ സ്ലൈസസ് ഉണ്ടല്ലോ, അത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനത് മിക്സിയിലോട്ട് പൊടിച്ചിടുകയാണ്. നമുക്ക് ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഇത്ര ടേസ്റ്റോടു കൂടി ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെ അത്ഭുതപ്പെടും. ശരിക്കും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഞാൻ മിക്സിയിലോട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണേ. അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. മിക്സിയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് നമ്മളത് മാറ്റി കൊടുക്കുകയാണ്. വളരെ സിമ്പിളല്ലേ, 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്നാക്സ് റെഡി. നല്ല വെറൈറ്റി ടേസ്റ്റുമാണ്, സൂപ്പറാണ്. ഇപ്പോൾ ഫ്രൂട്ട്സും കൂടെ ഉണ്ടാകുമ്പോൾ വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ മുന്തിരി നമ്മൾ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ജസ്റ്റ് നമുക്ക് ഒരുപാട് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഉടയുന്ന പോലെ ഉടയണ്ട. ജസ്റ്റ് ഒന്ന് അരയ്ക്കാതെ ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന പോലെ ജസ്റ്റ് ഒറ്റ ക്രഷിനെടുത്താൽ മതി. അതിനുശേഷം ഞാൻ ബ്രെഡിൻ്റെ മിക്സ്ചറിലോട്ട് ഒരുപാട് ഉടഞ്ഞിട്ടില്ല മുന്തിരി, ഇതേ പരുവത്തിലെടുക്കണം. എന്നിട്ട് ഞാൻ കുറച്ച് ബ്രെഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം നമ്മൾ കൂടിപ്പോയാൽ വെള്ളം പോലായി കിടക്കും. അതാണ് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കുന്ന പരുവത്തിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറേശ്ശെ മുന്തിരിയുടെ ജ്യൂസ് ക്രഷ് ചെയ്തതും കൂടെയൊക്കെ ഇടയ്ക്ക് കിട്ടുമ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ ആ മുന്തിരിയുടെ ജ്യൂസൊക്കെ ബ്രെഡിലോട്ട് ഇറങ്ങും. അതിനുശേഷം നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിങ്ങനെ എടുക്കുകയാണ്. എന്നിട്ടത് നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 സൈഡും 4 സൈഡും ജസ്റ്റ് ഒന്ന് ആ ഒരു നൈഫ് വെച്ച് തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് അത്രയും ചെറിയ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് 4 സൈഡും കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ വളരെ സിമ്പിളല്ലേ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമ്മൾ ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ആ മുന്തിരി ഇടയ്ക്കൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റാണ്. ഫ്രൂട്ട്സിൻ്റെ ഒരു സ്വാദും ബ്രെഡും കൂടെ മൊരിഞ്ഞ് കിട്ടുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാനത് ഓരോന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, കഴിഞ്ഞു. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണില്ലേ. ടേസ്റ്റും വളരെ സൂപ്പറാണ്. ഞാൻ ഒരു മുന്തിരി നടുക്കൂടെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് സൈഡിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നാണല്ലോ ഉണ്ടാക്കിയത്. ഇതുപോലെ ഇത്രയും സിമ്പിളായ ഡിഷസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പുതിയ വ്യൂവേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻറ്റ്സ് ചെയ്യണേ, ഷെയർ ചെയ്യണേ വീഡിയോസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.